ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. ചന്ദ്രികയും ലക്ഷ്മിയും എല്ലാവരും ക്ഷേത്രത്തിൽ പോയിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൽ നേർച്ച വെച്ച ഓരോരോ കാര്യങ്ങളും ലക്ഷ്മി ചെയ്യുകയാണ്. അത് ലക്ഷ്മി ചെയ്യേണ്ടത് ലക്ഷ്മിയും ചെയ്യാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഈ ജന്മം മാത്രമല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്കൊക്കെ കടപ്പെട്ടവളാണ്. അതേസമയം അവൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സിദ്ധു ആ പാട്ടിൻ്റെ സീനിലാണുള്ളത്. എന്നോമൽ നിധിയല്ലേ ആ പാട്ടിൻ്റെ ഒരു ഇതിലാണുള്ളത് സിദ്ധു. അതേസമയം തന്നെ ലക്ഷ്മിയും മനസ്സിൽ ചിന്തിക്കുകയാണ്, നിന്നെ പോലെയുള്ള ഒരു മകൾ ഞങ്ങൾക്ക് ജനിച്ചതിൽ ഞങ്ങളാണ് ഭാഗ്യം ചെയ്തവർ. സിദ്ധു ചന്ദ്രികയെ സ്നേഹിക്കുന്ന ആ പാട്ടിൻ്റെ സീനിൽ തന്നെയാണുള്ളത്. ചന്ദ്രികയെ നോക്കി സിദ്ധു ചിരിക്കുകയാണ്. അതേപോലെ തന്നെ സിദ്ധുവിനെ നോക്കിയിട്ട് ചന്ദ്രികയും ചിരിക്കുകയാണ്. ആ പാട്ടിൻ്റെ സീനിൽ തന്നെ പൂജാരി അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, മലർ ഇങ്ങ് അരികിൽ വാ എന്ന് പറഞ്ഞ് സിദ്ധു തന്നെ മലറിന് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. മലറും പറയാണ്, സിദ്ധു ഞാനും സിദ്ധുവിന് തൊട്ട് തരാം. പൂജാരി എന്താ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ മക്കളെ തിരിച്ചു കിട്ടിയാൽ ഭഗവാന്റെ നടയിൽ വന്നിട്ട് പാദപ്രദക്ഷിണം ചെയ്യാമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവം നിറവേറ്റിത്തന്നു. അതുകൊണ്ടിപ്പോൾ ഞാൻ പാദപ്രദക്ഷിണം ചെയ്യാൻ പോവുക പൂജാരി. ഇത് നല്ല കാര്യമാണ്. ആർക്ക് വേണ്ടിയാ പാദപ്രദക്ഷിണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചത്? അവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. ശരി പൂജാരി. ഭഗവാനെ നല്ലപോലെ തൊഴുതിട്ട് ഇനി പാദപ്രദക്ഷിണം തുടങ്ങിക്കോളൂ. ശരി പൂജാരി. വാ ചന്ദ്രികയെ. വാ മലർ. എല്ലാവരും ലക്ഷ്മിയുടെ പിന്നാലെ അതേപോലെ തന്നെ പാദപ്രദക്ഷിണം ചെയ്യാണ്. ചെറുതായി നടന്നുകൊണ്ട് അവർ പാദപ്രദക്ഷിണം ചെയ്യാണ് എല്ലാവരും. സിദ്ധുവും ചന്ദ്രികയും ലക്ഷ്മിയുടെ പിന്നാലെ തന്നെ സന്തോഷത്തോടെ നടക്കുകയാണ്. അങ്ങനെ പാദപ്രദക്ഷിണം കഴിഞ്ഞ് പൂജാരിയുടെ മുമ്പിൽ അവർ വന്നിട്ട് പൂജാരി ചോദിക്കുകയാണ്, നേർച്ച നേർന്നത് ആർക്ക് വേണ്ടിയാണോ അവരുടെ കൈകൊണ്ട് തന്നെ ഭണ്ഡാരത്തിൽ കാണിക്കയിടുക. ശരി പൂജാരി. അപ്പോൾ ലക്ഷ്മി പെട്ടെന്ന് തന്നെ ഏട്ടാ കാണിക്ക തരൂ. ഏട്ടൻ പെട്ടെന്ന് തന്നെ കാണിക്ക എടുത്തു കൊടുക്കുകയാണ്, പൈസ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അത് വാങ്ങിച്ചിട്ട് ഒന്ന് തൊഴുതിട്ട് പറയാണ്, ഇതാ ചന്ദ്രികയെ, നീയും മലരും പോയിട്ട് ഇത് ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് വാ. ശരി അമ്മേ. മലർ പോ. മലർ അതിൽ നിന്നും ഒരു പൈസ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് മലറിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ചന്ദ്രിക. എന്നിട്ട് മലർ ഇത് ഇടുമോളെ എന്ന് പറയാണ്. അതേപോലെ തന്നെ ചന്ദ്രികയും പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദ്രികയുടെ കയ്യിലുള്ള ബാക്കി പൈസയും ഇടുകയാണ്. മലർ വാ മോളെ എന്ന് പറഞ്ഞ് കൈയും പിടിച്ച് പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, കാണിക്കായിട്ടായിരുന്നോ? ഇട്ടു അമ്മേ. പിന്നെ അവരെല്ലാവരും ചേർന്ന് ക്ഷേത്രത്തിൻ്റെ ഒരു ചേദിയിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇരുന്ന സമയത്ത് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി ചിരിക്കുകയാണ്. ചന്ദ്രികയും അതേപോലെ ഒരു ചമ്മലോടെ സിദ്ധുവിനെ നോക്കി ചിരിക്കുകയാണ്. മലറിന് പോകുന്ന സമയത്ത് തന്നെ ഒരു ബലൂൺ കൂട് വാങ്ങിച്ചു കൊടുത്തിരുന്നു. മലർ അതുകൊണ്ട് നന്നായിട്ട് കളിക്കുകയാണ്. എൻ്റെ ബലൂൺ പറന്നുപോയി, അത് പറന്നുപോയി എന്ന് പറഞ്ഞ മലർ ബലൂണിൻ്റെ പിന്നാലെ പോവാണ്. അപ്പോൾ സിദ്ധുവും പറയാണ്, മലർ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. അവർ രണ്ടുപേരും ഓടുന്നതിനിടയിൽ കൂട്ടിയടിക്കുകയാണ്. അതൊക്കെ കണ്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും ചിരിക്കുകയാണ്. സോറി സാർ. സോറി ചന്ദ്രികയെ. അപ്പോഴും അവർ രണ്ടുപേരും ആ പ്രണയത്തോടു കൂടിയുള്ള ആ നോട്ടത്തിൽ തന്നെയാണുള്ളത്. മോളെ, ഇതിൽ പ്രസാദുണ്ട്, ലക്ഷ്മി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കും. ശരി, കൊടുത്തേക്കാം. ചന്ദ്രികയോട് പൂജാരി പറയാണ്. അതേസമയം തന്നെ അവിടെ വീൽ ചെയറിൽ ജാനകിയും വന്നു. അപ്പോൾ ജാനകിയുടെ കാഴ്ചയിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് സിദ്ധുവും ചന്ദ്രികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സിദ്ധു ചന്ദ്രികയോടായി പറയാണ്, ആൻറ്റിയുടെ നേർച്ച പൂർത്തിയാക്കി കഴിഞ്ഞു. എനിക്കും ഒരു നേർച്ചയുണ്ടായിരുന്നു, അതും നിറവേറ്റണം. ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ്, നിറവേറ്റിക്കോളൂ. അപ്പോൾ സിദ്ധു, ശരിക്കും നിറവേറ്റട്ടെ? അപ്പോൾ ഇതൊക്കെ ജാനകി കുറച്ച് ദൂരത്ത് നിന്ന് എല്ലാം കാണുകയാണ്. എന്തിനാ മടിക്കുന്നേ? നിറവേറ്റിക്കോളുന്നേ. സിദ്ധു അപ്പം തന്നെ അതിൽ നിന്നും അവരുടെ കയ്യിലുള്ള ഇതിൽ നിന്നും പ്രസാദം എടുത്ത് ചന്ദ്രികയുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. ഈ സമയത്തും ഒരു നല്ല പാട്ടിൻ്റെ സീനാണ്. സിദ്ധു അതിലുണ്ടായിരുന്ന ആ പൂവിൻ്റെ കഷ്ണം എടുത്ത് പൂവിൻ്റെ മാലൻ്റെ കഷ്ണം എടുത്ത് ചന്ദ്രികയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവൾ അത് വാങ്ങിക്കുകയാണ്. ചന്ദ്രിക പെട്ടെന്ന് തന്നെ അത് അവളുടെ മുടിയിൽ വെച്ചു. സിദ്ധു, ബലൂൺ കിട്ടി സിദ്ധു എന്ന് പറഞ്ഞ് മലർ അവർക്കരികിൽ വരികയാണ്. പോകാം, വാ. ഇതൊക്കെ കണ്ടു നിന്ന ജാനകി വല്ലാതായി. ചന്ദ്രികയും സിദ്ധുവും മലരും വരികയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഏട്ടാ അങ്ങോട്ട് നോക്കിയേ, അമ്മയ്ക്ക് തരാൻ പറഞ്ഞ പ്രസാദമാണിത്, ഇതാ അമ്മേ. ലക്ഷ്മി പറയാണ്, ശരി, നമുക്ക് പോയാലോ? പോകാം. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ക്ഷേത്രത്തിൽ നിന്നും വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ് അതേ സമയത്ത്, ഇത്രയും നാൾ ഞാൻ സിദ്ധാർത്ഥാണ് ചന്ദ്രികയെ സ്നേഹിച്ചത് എന്നാ കരുതിയത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ചന്ദ്രികയും സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാൽ അവളോട് ചോദിച്ചപ്പോൾ സ്നേഹിക്കുന്നില്ല എന്ന് കള്ളം പറഞ്ഞു. വീട്ടിലെ ജോലിക്കാരിയായി വന്നിട്ട് യജമാനത്തിയാവാൻ നോക്കുകയാണ്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ട് എൻ്റെ മകനെ കല്യാണം കഴിച്ചിട്ട് സുഖസൗകര്യങ്ങളുടെ ജീവിക്കാൻ ചന്ദ്രിക നോക്കുന്നത്. എന്നാൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കില്ല. ജാനകി അതിനുശേഷം ചിന്തിക്കുകയാണ്. സിദ്ധു അവളുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുത്തതും അവൾക്ക് പൂവ് എടുത്തു കൊടുത്തതും ഒക്കെ. ജാനകി ഒരിടത്ത് ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ അവിടേക്ക് ചന്ദ്രികയെ വിളിച്ചു. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ വിളിച്ചിരുന്നോ മാഡം? പറയണം മാഡം, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതെ, എതിർക്കാതെ ഞാൻ പറയുന്നത് നീ ചെയ്യണം. എന്താണ് മാഡം? നീ എൻ്റെ മകനിൽ നിന്നും അകന്നു പോകണം. ഇത്രയും കാലം സിദ്ധുവാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് നീയും അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. നീ സിദ്ധുവിനെ സ്നേഹിക്കുന്നത് സത്യമല്ലേ? നീ ഇത്രയും കാലം സിദ്ധുവിനെ സ്നേഹിക്കുന്നില്ല എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ് നിൻ്റെ മനസ്സ് മാറിയത്? എൻ്റെ മനസ്സ് മാറരുത് എന്ന് തന്നെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ സിദ്ധു സാറിൻ്റെ സ്നേഹം അതെൻ്റെ മനസ്സ് മാറ്റി. അപ്പോൾ ഉറപ്പായും നീയും അവനെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ? ജീവിതം മുഴുവനും എനിക്ക് വേണ്ടിയും എൻ്റെ കുഞ്ഞിന് വേണ്ടിയും ത്യജിച്ചതിന് ശേഷവും എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. ഞങ്ങളാണ് ലോകം, ഞങ്ങളാണ് ജീവിതം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ വേണ്ടാന്ന് വെക്കാനും വിഷമിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹം ഞാൻ സ്വീകരിച്ചത്. നീ ഈ വീട്ടിലെ ജോലിക്കാരിയാ. ഈ വീട്ടിലെ മുതലാളി പയ്യനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് അത് നിൻ്റെ അതിമോഹ. നിന്നെപ്പോലെ ഒരുപാട് പേര് കാശിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയുമൊക്കെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഇതുപോലുള്ള കാശുള്ള വീട്ടിലെ പയ്യന്മാരെ വലയിൽ വീഴ്ത്തുന്നത് സർവ്വസാധാരണമാണ്. നീ വിചാരിക്കുന്നതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് നിൻ്റെ കുഞ്ഞിനെയും കുട്ടി ഇവിടെ നിന്നും പോയിക്കൊള്ളണം. ഇനിയും നീ ഇവിടെ താമസിച്ച് സിദ്ധുവിൻ്റെ മനസ്സ് പ്രശ്നത്തിലാക്കിയാൽ പിന്നെ ഇവിടെ നടക്കാൻ പാടില്ലാത്തതെല്ലാം നടക്കും. നോക്ക്, സിദ്ധു എൻ്റെ ഒരേ ഒരു മോനാ. അവന് നല്ല തറവാടിത്തരവും അന്തസ്സും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. തെരുവിൽ കിടക്കുന്ന മാലിന്യ ഒരു കാറ്റടിച്ചപ്പോൾ ഗോപുരത്തിൽ വന്ന് ഒട്ടിപ്പോയതാ. എന്നുവെച്ച് നിനക്ക് ഈ ഗോപുരത്തിൻ്റെ ഉടമസ്ഥയാണെന്ന് പറയാൻ പറ്റുമോ? ദയവ് ചെയ്ത് നീ അവനെ വിട്ട് അകന്നു പോ. അവനെ വിട്ട് പോയില്ലെങ്കിൽ എന്നെ എതിർത്തുകൊണ്ട് നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. നിനക്ക് ഇന്ന് മുതൽ 2 ദിവസത്തെ സമയം തരാം. നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊന്നും എനിക്കറിയണ്ട. നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് പോയിക്കോ. ഇനിയും നീ ഇവിടെ താമസിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനുശേഷം വലിയ വെല്ലുവിളികൾ നീ നേരിടേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഈ വീട്ടിൽ എല്ലാവരും അറിഞ്ഞ് എല്ലാവരും നിന്നെ സ്വീകരിച്ചാൽ പോലും ഞാൻ അംഗീകരിക്കില്ല. എൻ്റെ ജീവൻ കളയേണ്ടി വന്നാലും നിങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് 2 പേർക്കും ഒന്നിക്കണമെങ്കിൽ അതെൻ്റെ മരണത്തിന് ശേഷമേ നടക്കൂ. അത്രയും പറഞ്ഞ് ജാനകി അവിടെ നിന്നും പോയി. ചന്ദ്രിക വല്ലാത്ത വിഷമത്തിലായി. പിന്നെ ചന്ദ്രനച്ഛൻ മേഘയെ കാത്തിരിക്കുകയാണ്. മേഘ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. മേഘ ഓടിപ്പോവാണ് അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ അച്ഛൻ പറയാണ്, എന്താ മോളെ? അച്ഛാ, നീ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതേ അച്ഛാ, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായിട്ട് നടന്നു. എന്താ കാര്യം എന്ന് പറ. ലക്ഷ്മി അമ്മ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ സ്വത്തുക്കളുടെയും അവകാശം എനിക്ക് തന്നു. മേഘ, നീ സത്യമാണോ പറയുന്നേ? അതെ, സത്യം. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല മോളെ. എനിക്കും അച്ഛാ, ലക്ഷ്മി അമ്മ ഉടൻ തന്നെ എഴുതിത്തരുമെന്ന് ഞാനും ഒരിക്കലും വിചാരിച്ചതല്ല. വലിയ സന്തോഷം മോളെ. ഇപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് നിറഞ്ഞത്. പിന്നെ ഇക്കാര്യം മഹേന്ദ്രൻ അച്ഛൻ അറിയണ്ട എന്ന് ലക്ഷ്മിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ കാര്യം മഹേന്ദ്രൻ അറിയാതെ നോക്കണം. അറിഞ്ഞു പോയാൽ ഇതുവരെ ഞങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. എന്താ അച്ഛാ ഇപ്പം ചെയ്യുക? എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. മഹേന്ദ്രൻ അറിയാതെ അയാളുടെ പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റ് പണം അതിൻ്റെ മുഴുവനും പണമാക്കി മാറ്റി.
എല്ലാ അധികാരവും നിനക്കുള്ളതുകൊണ്ട് എല്ലാ പ്രോപ്പർട്ടീസും വിൽക്കാനുള്ള അർഹതയും നിനക്കുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് നീ നിന്നെ സേഫാക്കിയേ പറ്റൂ മോളെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാവരും എന്നോട് ദേഷ്യം കാണിക്കില്ല അച്ഛാ. നോക്കു മോളെ, സ്വത്തുക്കൾ മുഴുവൻ നിന്റെ കയ്യിലായതിനു ശേഷം അവർ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം മോളെ? ഓ, നീ അവരെ ആശ്രയിക്കുന്നത് പോലെ അവരെല്ലാവരും നിന്നെ ആശ്രയിക്കുന്ന ഒരു സമയം വരും. ശരി അച്ഛാ, എൻ്റെ കൂട്ടുകാരി ഒരു ലോയറാ. അവളോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് അതൊക്കെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാം. ആ ശരി മോളെ, ഞാൻ പറഞ്ഞതുപോലെ സ്വത്തുക്കളെല്ലാം വിറ്റ് അതിൻ്റെ പണമെല്ലാം നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ പറയുന്നതാണ് മോളെ നിയമം. ആ മോളെ, മറ്റൊരു കാര്യം കൂടി പറയാം. നിനക്ക് സ്വത്തുക്കളൊക്കെ കിട്ടിയ കാര്യം ആ മനീഷ് അറിയരുത്. അറിഞ്ഞാൽ അവൻ വീണ്ടും നിന്നെ ഉപദ്രവത്തിലേക്ക് എത്തിക്കും. അച്ഛൻ്റെ ബുദ്ധിയൊക്കെ അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് ലക്ഷ്മി അദ്ദേഹത്തോട് പറയാണ്, ചന്ദ്രികയുടെ ജീവിതം മാറണമെങ്കിൽ ഉറപ്പായിട്ടും അവൾക്കൊരു കല്യാണം നടത്തി കൊടുക്കണം. ലക്ഷ്മി ചന്ദ്രികയ്ക്ക് എങ്ങനെയുള്ള പയ്യനായിരിക്കും ചേരുക? പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ക്ഷേത്രത്തിൽ വെച്ച് സിദ്ധാർത്ഥിനൊപ്പം ചന്ദ്രിക നടന്നു വരുന്നത് കണ്ടപ്പോൾ മനോഹര കാഴ്ചയായിരുന്നു. സിദ്ധാർത്ഥ് കൂട്ടിക്കൊണ്ടുവന്ന് ചന്ദ്രികയോടൊപ്പം സംസാരിച്ച് വരുന്നത് കണ്ടപ്പോൾ ഹസ്ബൻഡ് തൻ്റെ വൈഫിനോട് സംസാരിച്ച് വരുന്നത് പോലെ തോന്നി. ഇതൊക്കെ ജാനകി മാറിയെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവരും ഇതിന് സപ്പോർട്ടാണെന്ന് ജാനകിക്കും മനസ്സിലായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അടുത്ത വീഡിയോ ഇന്ന് തന്നെ വൈകുന്നേരം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാര്യം ഇന്നലെ വീഡിയോ ഇടാത്തത് കൊണ്ട് അതാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ഞാൻ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.